ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കുക. വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ്? ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എൻഗേജ്മെൻറ്റ്, മെസ്സേജസ്, അതേപോലെ അവയർനെസ്, ട്രാഫിക്, ലീഡ്സ്, അങ്ങനെ ഒരുപാട് പോസ്റ്റ് എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യുക. നമ്മൾ ഇതിലെടുക്കുന്നത് മെസ്സേജസിൽ ക്ലിക്ക് ചെയ്യുക. ക്യാമ്പയിൻ നെയിം കൊടുക്കുക. എന്തെങ്കിലും ഒരു നെയിം ക്യാമ്പയിനിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നെയിം കൊടുക്കുക. ദെൻ ബഡ്ജറ്റ് കൊടുക്കുക. ഇത്രയാണ് എമൗണ്ട് ബഡ്ജറ്റ് അതിൽ ആഡ് ചെയ്യുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ശേഷം ആഡ് സെറ്റ് നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി മെസ്സേജിങ് ആപ്സ് ആണ്. ഏത് ആപ്പിലേക്കാണോ മെസ്സേജ് വരേണ്ടത് ആ ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഡേറ്റ്, സ്റ്റാർട്ട് ടൈം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സെറ്റ് ആൻഡ് എൻഡ് ഡേറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. 10 ദിവസത്തേക്കോ 1 മാസത്തേക്കോ അങ്ങനെ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഡെയിലി ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ബഡ്ജറ്റിലാണ് അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓഡിയൻസിൽ നിങ്ങളെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഓഡിയൻസ് ലൊക്കേഷൻ കേരള ലൊക്കേഷൻ കൊടുക്കുക. മുകളിൽ ടിക്ക് കൊടുക്കുക. എക്സ്ക്ലൂഡിങ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അതിവിടെ ഒഴിവാക്കാവുന്നതാണ്. ദെൻ മുകളിൽ ടിക്ക് കൊടുക്കുക. ഇനി താഴെ മിനിമം ഏജ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഏജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം ഏജ് ചോദിക്കുന്നുണ്ട്. ജെൻഡർ കാര്യങ്ങൾ എല്ലാം ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ആഡ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ഇമേജ് ഓർ വീഡിയോ, ഒരു ഇമേജോ ഒരു വീഡിയോ ആണെങ്കിൽ അതിൽ കൊടുക്കുക. കാഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസും പോസ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കുക. ആഡ് ക്രിയേറ്റീവിൽ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ഇമേജ് ആഡ് ചെയ്യണം. ഇമേജോ ഒരു വീഡിയോ, ഞാൻ ഇമേജാണ് ആഡ് ചെയ്യുന്നത്. ഒരു ഇമേജ് ആഡ് ചെയ്യുക. ദെൻ ഡൺ കൊടുക്കുക. ഹെഡ്ലൈൻ കൊടുക്കാവുന്നതാണ്. പ്രൈമറി ടെക്സ്റ്റ് നിങ്ങളെ ബിസിനസ്സിന് എന്താണോ ആ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു കണ്ടൻറ്റ് പ്രൈമറി ടെക്സ്റ്റിൽ കൊടുക്കാവുന്നതാണ്. ദെൻ താഴെ കോൾ ടു ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ ബിസിനസ് എന്ത് ബിസിനസ്സാണ് അതിനനുസരിച്ചിട്ടുള്ള ഷോപ്പ് നൗ, ബുക്ക് നൗ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പ് നൗ, ബുക്ക് നൗ എന്നെല്ലാം കൊടുക്കാവുന്നതാണ്. എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെടാന്നുണ്ടെങ്കിൽ ലേൺ മോർ കൊടുക്കുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. റിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്ത് ഏകദേശം 1 ഹവറിൻ്റെ ഉള്ളിലായിട്ട് ഇത് പബ്ലിഷ് ആവുന്നതാണ്. പബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് കാണിക്കും. ഓക്കെ.